നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നടന്ന CBSE സൗത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളിയുടെ പ്രഹരമേറ്റ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കും തലയ്ക്ക് ഗുരുതര പരിക്ക്. മതിലകം കൂളിമുട്ടം വളത്തുപടി അബ്ദുൾ ജലാലിന്റെ മകൻ ഫായിസ് അബ്ദുൾ ജലാലിനാണ് പരിക്കേറ്റത്. എറണാകുളം ആംസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫായിസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ആംസ്റ്ററിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുന്ന ഫായിസ് അബോധാവസ്ഥയിലാണ്. ചന്ദ്രപൂർ സംസ്കാർ ഭാരതി പബ്ലിക് സ്കൂളിൽ ഓഗസ്റ്റ് 3 നടന്ന അണ്ടർ-19 വിഭാഗം മത്സരത്തിനിടെയാണ് സംഭവം. മത്സരത്തിനിടെ എതിരാളി ഫായിസിന്റെ അടിവയറ്റിൽ ചവിട്ടി. നിയമവിരുദ്ധമായ ഈ പ്രഹരത്തിന് ശേഷം കടുത്ത വേദനയോടെ ഫായിസ് മത്സരം നിർത്താൻ റഫറിയോട് സിഗ്നൽ നൽകി റിങ്ങിന് പുറത്തേക്ക് നീങ്ങി. എന്നാൽ ഫൗള് വിളിക്കാനോ മത്സരം നിർത്താനോ റഫറി തയ്യാറായില്ല. ഇതിനിടെ മത്സരം നിർത്തി റിങ്ങിൽ നിന്ന് പിന്മാറിയ ഫായിസിന്റെ മുഖത്തിന് നേരെ എതിരാളി ശക്തമായി തൊഴിച്ചു. തലയ്ക്ക് അടിയേറ്റ ഫായിസ് ഉടൻ തളർന്നു വീഴുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഫായിസിനെ ഉടൻ ചന്ദ്രപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തലച്ചോറിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അടുത്തുള്ള സ്വകാര്യ ആശുപത്രി എത്തിച്ചപ്പോഴാണ് തലയോട്ടി പൊട്ടിയിരിക്കുന്ന വിവരവും അകത്ത് രക്തം കട്ടപിടിച്ചതായി കണ്ടത്. തുടർന്ന് 9-ന് വിദഗ്ധ ചികിത്സയ്ക്ക് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 17 ലക്ഷം രൂപ ചിലവിലാണ് എയർ ആംബുലൻസിൽ വിദ്യാർത്ഥിയെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. തായ്ക്കൊണ്ടോ ഫെഡറേഷന്റെയും CBSEയുടെയും മത്സര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് റഫറിയും സംഘാടകരും പ്രവർത്തിച്ചതെന്നാണ് ഫൈസിന്റെ കുടുംബം ആരോപിക്കുന്നത്. ചട്ടലംഘനം നടന്നിട്ടും മത്സരം തടയാതിരുന്ന റഫറിക്കെതിരെയും എതിരാളികൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം CBSE ചെയർമാനും റീജിയണൽ ഓഫീസർക്കും പരാതി നൽകിയെന്നാണ് സൂചന. വിദേശത്തായിരുന്ന ഫൈസ് കഴിഞ്ഞ വർഷമാണ് അൻസാർ സ്കൂളിൽ ചേർന്നത്. മത്സരത്തിൽ നിയമലംഘനം നടന്നതായും വേദിയിൽ മതിയായ സൗകര്യമില്ലായിരുന്നുവെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും തായ്ക്കൊണ്ടോ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ദേശീയ റഫറിയുമായ KL മഹേഷ് പറയുന്നു. സ്വകാര്യ ഭാഗത്ത് കിക്ക് ചെയ്യുന്നത് കണ്ട റഫറി എതിരാളിക്ക് ഫൗൾ വിളിച്ച് മത്സരം നിർത്തേണ്ടതായിരുന്നു. സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിക്കൊപ്പം തായ്ക്കൊണ്ടോ പരിശീലകൻ പോകാതിരുന്നതും വീഴ്ചയാണെന്നും അദ്ദേഹം പറയുന്നു. ഫയാസിന്റെ രക്ഷിതാക്കൾ CBSE ചെയർമാന് പരാതി നൽകി. ദുബായിലായിരുന്ന ഫയാസ് ഈ വർഷമാണ് അൻസാർ സ്കൂളിൽ ചേർന്നത്. സാധാരണ തായ്ക്കൊണ്ടോ മത്സരം കൃത്യമായ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉള്ളതിനാൽ അത്രയധികം അപകടകരമല്ല. എന്നാലും പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. എല്ലാ കായിക ഇനങ്ങൾക്കും ഉള്ളതുപോലെ സാധാരണ പരിക്കുകൾ മാത്രമേ ഇതിലും പൊതുവായി ഉണ്ടാകാറുള്ളൂ. തല, നെഞ്ച്, കൈകൾ, കാലുകൾ, ജനനേന്ദ്രിയം എന്നിവ സംരക്ഷിക്കാൻ പ്രത്യേക ഗാർഡുകൾ നിർബന്ധമാണ്. നിയമവിരുദ്ധമായ അടികളും ചവിട്ടുകളും വിലക്കിയിരിക്കുന്നുണ്ട്. നിയമം തെറ്റിച്ചാൽ പിഴയോ അയോഗ്യതയോ ലഭിക്കും. മത്സരാർത്ഥികൾക്ക് കടുത്ത പരിക്കേൽക്കാതെ റഫറിമാർ കളി എപ്പോഴും നിയന്ത്രിക്കണം. ഒരേ പ്രായത്തിലുള്ളവരും ഒരേ ഭാരമുള്ളവരും തമ്മിൽ മാത്രമേ മത്സരം നടക്കൂ. പേശി വലിവ്, ചതവ്, ചെറിയ മുറിവുകൾ, കണ്ണങ്കാലിലോ കാൽവിരലുകളിലോ ഉണ്ടാകുന്ന ഉളുക്ക്, അപൂർവമായി തലയ്ക്കും ശക്തമായി ചവിട്ടേറ്റാൽ ബോധക്ഷയമോ തലകറക്കമോ ഇതൊക്കെയാണ് ഈ മത്സരത്തിനിടെ സാധാരണ ഉണ്ടാകാറുള്ള പൊതുവായ പരിക്കുകൾ. കൃത്യമായിട്ട് റഫറിക്ക് ഒരു കളി നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ എതിരാളികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്.